Guys, once again, welcome back to my YouTube channel. Hope you all are doing well. ഞാനൊരു അടിപൊളിയായിരിക്കാൻ കേട്ടോ. സോ ഇടയ്ക്ക് ഞാൻ പല വീഡിയോസിനും പറയണ്ടോ അയ്യോ കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഞാൻ അതിന് ബെറ്ററായിട്ട് വീഡിയോ ഇടുന്നുണ്ട്, കണ്ടിട്ടൊന്നും ഇല്ലെങ്കിലും അങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ഗൈസ്. നമ്മൾ നീറ്റ് സ്റ്റോറി പാർട്ട് 1 ഒക്കെ പറഞ്ഞു, പക്ഷെ ഇതൊരു നീറ്റ് സ്റ്റോറി പാർട്ട് 2 ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് വേറെ തന്നെ ഒരു കണ്ടന്റ് ആണ്. നീറ്റ് എക്സാം ഒക്കെ ആവാറായില്ലേ? മെയ് 3-ാം തീയതിയാണ് നീറ്റ് എക്സാം, ഇന്ന് ഏപ്രിൽ 10-ാം തീയതി ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ള സമയം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അടിപൊളിയായിട്ട് വിനിയോഗിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ മിസ്റ്റേക്ക് അനാലിസിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ റിഗ്രറ്റ് അടിക്കുന്ന ഒരു കാര്യമാണ്. ഐ ഹാവൻ ഡൺ എ ലോട്ട് ഓഫ് മിസ്റ്റേക്ക് അനാലിസിസ്. ഐ ഹാവ് ഡൺ എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വൈൽ ഐ ഹാവൻ ഡൺ എ ലോട്ട് ഓഫ് മിസ്റ്റേക്ക് അനാലിസിസ്. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ മിസ്റ്റേക്ക് അനാലിസിസ് ചെയ്യുക എന്നതാണ്. ഐ നോ ഇറ്റ്സ് വെരി ഡ്രൈ, പക്ഷേ അത് നിങ്ങൾ ചെയ്താൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു എന്ന് പറയുന്നതിലേ കാര്യമുള്ളൂ. എനിക്കത് ഭയങ്കര മടിയായിരുന്നു, ചെയ്യാറുണ്ട്, പക്ഷെ പകുതി എത്തുമ്പോഴത്തേക്കും ഐ ഫീൽ വെരി മച്ച് ഡം അങ്ങനെയായിരുന്നു. സോ നിങ്ങളൊക്കെ ചെയ്യുക, സമയമൊക്കെ അടിപൊളിയായി വിനിയോഗിക്കുക. ഇനി മാക്സിമം തിയറീസ് ഒന്നും പഠിക്കണ്ട, പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, കുറച്ച് തിയറീസ് ഒക്കെ പഠിക്കാം. അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ റിവൈസ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കോണ്ടന്റ് എന്ന് പറയുന്നത് വാട്ട് വാസ് ഇൻ മൈ മൈൻഡ് ഡ്യൂറിങ് മൈ നീറ്റ് എക്സാമിനേഷൻ. ഞാൻ നീറ്റ് എക്സാം എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു, എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എന്നൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. സോ ഗൈസ്, നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൈസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കമൻസ് ഇടുക, എന്നെന്താ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ മോട്ടിവേഷൻ താ ഗൈസ്, എന്നാൽ മാത്രമാണ് എനിക്ക് എന്നും വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. ഞാൻ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം എൻ്റെ അടുത്ത് എന്നും വീഡിയോസ് ഇടാനാണ് പറഞ്ഞത്. ഐ ഫീൽ ഇറ്റ്സ് എ മോട്ടിവേഷൻ ഫോർ മി, ബിക്കോസ് ഐ എം നോട്ട് എ ഫേമസ് പേഴ്സൺ ഒന്നുമല്ല. അപ്പോൾ അല്ലാണ്ട് മീൻസ് ഞാനൊരു പബ്ലിക് ഫിഗർ ഒന്നും അല്ലല്ലോ. അല്ലാണ്ട് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാളെ പറഞ്ഞുള്ളൂ, ബട്ട് സ്റ്റിൽ ഐ ഫീൽ ഓക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ പേര് മോട്ടിവേഷൻ താ, അത് അപ്പം എനിക്കൊരു മോട്ടിവേഷനായി. അതാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ. സമയം ഓൺലൈൻ ക്ലാസ് ഉണ്ട്, എൻ്റെ ലഞ്ച് ബ്രേക്കാണ് 1 to 2 ഓൺലൈൻ ക്ലാസ്സിൽ. ഇപ്പോൾ സമയം 1:15 സമയത്താണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് എനിക്ക് വീഡിയോ എടുത്തിട്ട് വേണം, 3/4 മണിക്കൂർ കൊണ്ട് എനിക്ക് വീഡിയോ എടുത്തിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാനായിട്ട്, ഫുഡ് കഴിച്ചിട്ട് അടുത്ത ക്ലാസ് 2 o'clock കയറാനായിട്ട്. ആ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ആ കമൻറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു മോട്ടിവേഷൻ ആണല്ലേ. അതുപോലെ നിങ്ങൾ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും കണ്ടൻ്റൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗൈസ് ഞാൻ പറയാം കേട്ടോ, നീറ്റ് എക്സാം കഴിഞ്ഞ വർഷം, അതായത് 2025 നീറ്റ് എക്സാമാണ് ഞാൻ ഫസ്റ്റ് ടൈം റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതിയത്. എൻ്റെ ഫസ്റ്റ് നീറ്റ് എക്സാം മെയ് 2024 ഞാൻ എഴുതിയത്. അത് ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ എഴുതിയതാണ്. +2-ന് ശേഷം ഞാൻ 1 year റിപ്പീറ്റ് ചെയ്തതിന് ശേഷമാണ് 2025 മെയ് 5-ാം തീയതി ആയിരുന്നു നീറ്റ് എക്സാമിനേഷൻ. മെയ് 5-ാം തീയതി തലേദിവസം ഞാൻ അന്നാണ് കിടന്നു ഉറങ്ങിയത്. ബിക്കോസ് 3:30 ആയി എൻ്റെ ഒരു പഠിപ്പ്. ശരിക്കും അത്രയും നേരം ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു 12 മണി വരെ ഞാൻ ഇരുന്നിട്ടുള്ളൂ, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ കിടക്കും എഴുന്നേക്കും, അതായിരുന്നു എൻ്റെ അവസ്ഥ. ഐ വാസ് ലൈക്ക് എനിക്കൊന്ന് ഉറങ്ങണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് നേരം ഉറങ്ങും എഴുന്നേക്കും, പിന്നെ ഒരു ഓൾമോസ്റ്റ് ഉറങ്ങുന്നുണ്ട്, പക്ഷെ അതൊരു ഡീപ്പ് സ്ലീപ്പ് അല്ല. അതായിരുന്നു അവസ്ഥ. ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ. എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ നീറ്റ് എക്സാമിൻ്റെ തലേദിവസം ഓൾമോസ്റ്റ് ആ ടൈം എനിക്ക് ഓർമ്മയില്ല, ഞാൻ അതിൽ വീഡിയോ ഫോണിലുണ്ടായിരിക്കും എടുത്തൊരു വീഡിയോ, ഞാനത് വേണം നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പോഴത്തേനും എന്താ പറയുക, അങ്ങനെ അവസാനം ഉറങ്ങി. രാവിലെ ഓൾമോസ്റ്റ് ഞാൻ കുറച്ച് ഒരു 6:30 ഒക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. 6:30 ഒക്കെ ആയപ്പോൾ അത്യാവശ്യം സ്ലീപ്പ് കിട്ടിയിട്ടുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ 12:30 ഒക്കെ ആയപ്പോൾ കിടന്നു, പിന്നെ ഒരു ഡീപ്പ് സ്ലീപ്പ് അല്ലാന്നുള്ളൂ 3:30 വരെ. പക്ഷെ അതിന് ശേഷം ഞാൻ കംപ്ലീറ്റ്ലി ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം ഉറക്കമൊക്കെ കിട്ടിയിട്ടുണ്ട്. 6:30 ആയപ്പോഴല്ലേ എഴുന്നേറ്റുള്ളൂ. അങ്ങനെ 6:30 എഴുന്നേറ്റ് നീറ്റ് എക്സാം ആണല്ലോ, അപ്പം അമ്പലത്തിലൊക്കെ പോവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ എനിക്ക് എന്താ പറയുക, ഞാൻ അടുത്തൊക്കെ ചോദിക്കുമായിരുന്നു, അമ്മ എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല, അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കണോ, ഇത് മാറ്റാൻ ഡേറ്റ് ഒന്ന് സ്കിപ്പാക്കാൻ വേണ്ടി, എക്സാം അല്ലേ. നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് പീരീഡ്സ് ആയിട്ടില്ല അന്നത്തെ ദിവസം. ആൻഡ് ആഫ്റ്റർ ഓൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിൽ പോയി തിരിച്ച് വന്ന് എനിക്ക് ഓർമ്മയുണ്ട് അമ്മ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് പൂരി ആയിരുന്നു. പൂരി കഴിച്ചു. എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് വാഷ്റൂം പോയി നോക്കിയതാ ഗൈസ്, എനിക്ക് പീരീഡ്സ് ആയി.
എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ടെൻഷനായി. കാരണം എനിക്ക് ഈ പെയിൻ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എക്സാം എഴുതാൻ പോവാണ്. അങ്ങനെ ഞാൻ കുറേ ഇരുന്നിട്ട് ഞാൻ ബെഡിൽ പോയിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ മൈൻഡ് മാപ്സ് വായിച്ചു. ഞാൻ കിടക്കെങ്കിൽ നല്ല വേദന ഉണ്ടായിരുന്നു, നടുവും വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മൈൻഡ് മാപ്സ് ഒക്കെ ഇങ്ങനെ കിടന്ന് വായിക്കുകയായിരുന്നു. പിന്നെ ഒരു ആസ് യു ഓൾ നോ, ഞാൻ തൃശ്ശൂരാണ് എൻ്റെ വീട്. അപ്പം എൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് തൃശ്ശൂർ മോഡൽ ഗേൾസ് ആയിരുന്നു, മോഡൽ ഗേൾസ് ആയിരുന്നു. അത് വരുന്ന സ്വപ്നയിലാണ്, സ്വപ്നയുടെ അവിടെയാണ്, തൃശ്ശൂർ സ്വപ്നയുടെ അവിടെയാണ്, റൗണ്ടിലാണ്. അപ്പോൾ ആസ് യു ഓൾ നോ, 2025 മെയ് 5 എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ തലേ ദിവസമായിരുന്നു. അന്ന് സാമ്പിളാണ്. അപ്പം അന്ന് ഓൾമോസ്റ്റ് ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ റൗണ്ട് ബ്ലോക്ക് ചെയ്യും. അപ്പം അതിനൊക്കെ മുന്നേ നമ്മളവിടെ എത്തണം. 2 മണിക്കാണ് നീറ്റ് എക്സാം എന്നുണ്ടെങ്കിലും നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നേരത്തെ ഒരു 11 മണി 11:30 ആയപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ പ്ലാൻഡ് ആയിരുന്നു. കാരണം അതായത് ഇങ്ങോട്ട് വീട്ടിൽ തിരിച്ച് വരുന്നത് അത്ര ബുദ്ധിയല്ല. കാരണം റൗണ്ട് ബ്ലോക്കാണ്, പൂരത്തിൻ്റെ ഇതൊക്കെ ആയിട്ട്. അപ്പം അവിടെ നിന്ന് നേരെ അമ്മയുടെ വീട്ടിൽ പോവാം. അപ്പം ലഗേജും പാക്കൊക്കെ ചെയ്തിട്ടാണ് പോയി. അങ്ങനെ നല്ല ചൂടാണ്. സ്വപ്നയുടെ അവിടെ റൗണ്ടാണല്ലോ, അപ്പം അത് ഒരുപാട് സ്പേഷ്യസും ഇല്ല, ആളുകൾക്ക് നിൽക്കാൻ ഭയങ്കര തിരക്കും ഒക്കെയാണ്. ഞാനിങ്ങനെ ആരുടെ അടുത്തും എന്തായാലും നമ്മളിങ്ങനെ എന്താ പറയുക, എൻട്രൻസ് സെൻറ്റർ കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെ എനിക്കറിയില്ല, എനിക്കെന്തോ അതിനെക്കുറിച്ച് ആലോചിക്കും കുറച്ച് ഫ്രസ്ട്രേഷൻ അടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരിചയമുള്ള ആരെ കണ്ടാലും നിങ്ങൾ സംസാരിക്കാൻ പോകരുത്, നിങ്ങൾ അതിനെല്ലാം അവിടെ പോകുന്ന നീറ്റ് എക്സാം എഴുതാനാണ് പോകുന്നത്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഫീഡ് ചെയ്ത് തന്നിട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ അവിടെ പരിചയക്കാരെ കണ്ടാലും നമ്മൾ ഞാൻ സംസാരിക്കില്ല, എൻ്റെ മൈൻഡിൽ അങ്ങനെയാണ്, ഞാൻ സംസാരിക്കില്ല. ഓക്കെ, അങ്ങനെ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു ആളെ കണ്ടു, ഞാൻ സംസാരിച്ചില്ല, അമ്മ സംസാരിച്ചു. ഞാനിങ്ങനെ ചിരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. ദാറ്റ്സ് ഓൾ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ക്യൂവിലിങ്ങനെ നിൽക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സമയമൊന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അല്ല, ഫ്രണ്ടിൻ്റെ അമ്മനെ ആദ്യം ഞാൻ കണ്ടു. അവനെ ഞാൻ കണ്ടില്ല, ബിക്കോസ് അവൻ ഇവിടെ എല്ലാം പഠിക്കുന്നത്. അപ്പം ഞാൻ അവനവിടെ എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവൻ്റെ അമ്മേനെ കണ്ടപ്പോഴും ഞാൻ പോയി സംസാരിച്ചില്ല. കാരണം പരിചയക്കാരെ കണ്ട് സംസാരിക്കുന്നത് സാറ് പറഞ്ഞിട്ടുണ്ട്. അതായത് ചുമ്മാ മൈൻഡ് എന്തിനാണ് അങ്ങനെ ഇതാക്കണ്ടെന്ന് വിചാരിച്ച്. പക്ഷെ അതൊക്കെ ഞാൻ ചിന്തിക്കുമ്പോഴും ഐ വാസ് സ്ട്രെസ്ഡ് എന്ന് ഉറപ്പായിരുന്നു. കാരണം അത് നമ്മൾക്ക് ഫീഡ് ചെയ്ത് തന്നിട്ടുള്ള കാര്യം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്ഡ് ആവും. സ്ട്രെസ്ഡ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഇത്രയും മീൻസ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ആവുമോ അങ്ങനെ ഇതാകുന്നത്. അതിനൊരു ഫ്രണ്ട് വിളിച്ചു. അപ്പോൾ അവൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്താണ് അവൻ എന്നെ കണ്ടു, അവൻ കാറിലുണ്ട്, അങ്ങനെ അവൻ്റെ അമ്മ വന്നു, അവനും വന്നു, ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. അവൻ്റെ അമ്മ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു, അവനും ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. അവൻ കുറച്ചൊരു ഐസ് ബ്രേക്ക്, അവൻ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി തോന്നുന്നു ഐ വാസ് സ്ട്രെസ്ഡ് എന്ന്. അവന് കുറച്ച് ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു, ഞാനും എന്തൊക്കെയോ തിരിച്ചു പോകും. അവിടെയാണ് ഒരു ഐസ് ബ്രേക്ക് പോയിന്റ് ഉണ്ടായേ. പിന്നെ ഞാൻ സ്ട്രെസ്ഡ് അല്ലായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര ചില്ലായിട്ട് കൂളായിട്ടാണ് പോയത്. പിന്നെ ഞാൻ കയറുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവിടെ നമ്മുടെ കണ്ണ് കണ്ടപ്പോൾ ഐ ഫീൽ സംതിങ് ഇമോഷണൽ. ആ ഒരു ഇമോഷണൽ ബേസിലാണെങ്കിൽ ഞാൻ സ്ട്രെസ്ഡ് അല്ല. അപ്പം ആ സ്ട്രെസ് ലെവൽ കഴിഞ്ഞു, അത് ഐസ് ബ്രേക്കിൽ പോയി. സ്ട്രെസ്ഡ് അല്ലാതെ തന്നെ ഞാൻ ഫസ്റ്റ് ടൈം കോമഡിയാണ്. ഫസ്റ്റ് ടൈം നീറ്റ് എക്സാം +2 കഴിഞ്ഞ് എഴുതാൻ പോയപ്പോൾ കോമഡി സംഭവിച്ചു. എനിക്ക് ബയോമെട്രിക്സ് ഒന്നും ചെയ്യണം, ഞാൻ കയറിപ്പോയി. ലാസ്റ്റ് ഇപ്പോഴും ഒരു കുട്ടി ബയോമെട്രിക്സ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 4 ഒക്കെ ആയപ്പോൾ ആൾക്കാരിങ്ങനെ തിരിച്ച് വന്നിട്ട് എന്നെ വന്നിട്ട് ക്ലാസ് വന്നിട്ട് ബയോമെട്രിക്സ് ചെയ്തത്. അപ്പോൾ പക്ഷേ ഇപ്രാവശ്യം അതായത് 2025 അതൊന്നും സംഭവിച്ചില്ല. കാരണം ഞാൻ കൂളാണ്, ടെൻഷനില്ല. മീൻസ് എന്ത് വന്നാലും ഒരു പ്രശ്നമില്ല എനിക്ക്. ആ ഒരു മൈൻഡിലാണ് ഞാൻ കയറിപ്പോയത്. പിന്നെ എവിടെയൊക്കെയോ പ്രതീക്ഷയില്ല, ബട്ട് ഐ ആം ഓക്കെ. അതായിരുന്നു എൻ്റെ മാനസികാവസ്ഥ. അങ്ങനെ ഞാൻ കയറിപ്പോയി. നീറ്റ് എക്സാമിൻ്റെ അവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഓരോ ചെക്കിങ്ങും കഴിഞ്ഞു. നമ്മുടെ മെറ്റൽ ഡിറ്റക്ടർ വെച്ചിട്ടും ബയോമെട്രിക്സ് ചെയ്തു. പിന്നെ ഒരു നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാനുണ്ടായിരുന്നു ക്ലാസ് റൂം നോക്കാൻ വേണ്ടി. പിന്നെ ക്ലാസ് റൂമിൽ പോയിരുന്നു. ക്ലാസ് റൂം പോയപ്പോൾ നമ്മൾ ചുറ്റും ഇങ്ങനെ നോക്കുന്നുണ്ട്, നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെയാണോ ജസ്റ്റ് നോക്കുന്നുണ്ട്. +2 കഴിഞ്ഞിട്ട് വന്നവരൊക്കെ ചില്ലാണ്, കൂളാണ്. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ആ ഒരു സാറ്
പുള്ളി നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കാൻ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പുള്ളി നമ്മുടെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചു, നിങ്ങൾ ഓക്കെ ആണോ, കംഫർട്ടബിൾ ആണോ, ഓരോന്ന് ചെയ്യിപ്പിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ അങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആക്കുന്ന ഒരു സാറായിരുന്നു. താങ്ക് ഗോഡ് എന്നൊക്കെ പറയാമല്ലോ ഇപ്പോൾ. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. അവിടുന്ന് 2 മണി തൊട്ട് 5 മണി എങ്ങനെയായെന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈഫിൽ ഇതുവരെ 2 to 5 എന്ന് പറയുന്ന ആ ഒരു 3 മണിക്കൂർ ഇത്രയും വേഗത്തിൽ പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് 5 മണിയുടെ ബെല്ലടിച്ചപ്പോഴത്തേനും, അതായത് അതിന് മുന്നേ ഒരു 10 minutes ബിഫോർ എന്തോ ബെല്ലടിക്കുമല്ലോ, അയ്യോ അമ്മ, അതായിരുന്നു അവസ്ഥ. എക്സാം പേപ്പർ കൈ കിട്ടി. ഞാൻ ഫസ്റ്റ് ചെയ്തത് ഫിസിക്സ് ആണ്. ഫസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്തു. ആ 5 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ എന്തോ ആണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അത് ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് തീരില്ല, മനസ്സിലായി. ഞാൻ വേഗം ബയോളജി എടുത്തു. ബയോളജി എടുത്ത് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. ബയോളജി ഞാൻ ടൈം എടുത്ത് ചെയ്തു കഴിഞ്ഞ് പിന്നെ ഞാൻ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ 1.25 മണിക്കൂർ കഴിഞ്ഞു ഗൈസ്. 1.25 മണിക്കൂർ, അതായത് 3.25 ഞാൻ ഞെട്ടി. എനിക്കിനി ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ കെമിസ്ട്രി കംപ്ലീറ്റ് ചെയ്യണം. വാട്ട് ഐ ഷുഡ് ഡൂ നായി. ഞാൻ ഇതുവരെ മോക്കെല്ലാം എഴുതിയിട്ടുണ്ട്, എന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടേ ഇല്ല. പക്ഷെ ഇതിപ്പോൾ എന്താ ഇങ്ങനെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എനിക്കൊന്നും അറിയില്ല. എന്നിട്ട് വേഗം ഫിസിക്സ് ഒന്നും കൂടി നോക്കാം. ഫിസിക്സ് ഞാൻ ബാക്കിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ നോക്കി. അതിലൊരു ക്വസ്റ്റ്യൻ എന്തുവാണ് ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞ് കെമിസ്ട്രി ചെയ്യാന്ന് വെച്ചു. കെമിസ്ട്രി അതും കുറച്ച് എന്തൊക്കെയോ ചെയ്തു. പിന്നെ കൈവിട്ടു പോയി എന്നുള്ള ചിന്തയാണ് മനസ്സിൽ ഫുള്ള്. എനിക്കൊന്ന് മരിക്കണം അങ്ങനെയൊക്കെ. എൻ്റെ ലൈഫേ തീർന്നു പോയി. ഇവിടെ നിന്ന് ഇറങ്ങി ഉടനെ വല്ല വണ്ടി വന്ന് തന്നെ ഇടിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെയൊക്കെയായി ചിന്തിക്കുന്നേ. എനിക്കൊന്ന് പൊട്ടിക്കരയാൻ പറ്റിയിരുന്നുവെങ്കിൽ. അപ്പം തന്നെ മറ്റേ കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നോ അനാമിക, നോ അനാമിക, ഇറ്റ്സ് യുവർ എക്സാം ടൈം. അപ്പം നീ ഇതൊന്നും ചിന്തിക്കാൻ പാടില്ല, ഉള്ള സമയം നീ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പം ഞാനിതൊക്കെ വിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ കാണുന്ന 5 മണിയുടെ ബെല്ല. 5 മണിയുടെ ബെല്ലടിച്ചപ്പോഴത്തേനും ഫിസിക്സ് ഞാൻ ആകെ 20 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇനി ഒരു എക്സ്ട്രാ ഞാൻ വായിച്ചു നോക്കി ബാക്കി ക്വസ്റ്റ്യനുകൾ. ആകെ ഒരു 20 ക്വസ്റ്റ്യൻ എന്താണ് ഞാൻ ഫിസിക്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. 45 ക്വസ്റ്റ്യൻസിൽ 19 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച്, അതായത് ഇത്രയും ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാൻ ഫിസിക്സ് ചെയ്തു വന്നപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്. പിന്നെ കെമിസ്ട്രി കുറച്ച് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫിസിക്സിന് അത്രേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഫിസിക്സ് ബാക്കി ക്വസ്റ്റ്യൻസ് വായിക്കാമെന്ന് വെച്ചു. ലാസ്റ്റ് 10 മിനിറ്റ് ആയിട്ടോ. അപ്പം എനിക്ക് എന്തായാലും മനസ്സിൽ വന്നു, നീ ഇപ്പോൾ ഇതാക്കി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോണില്ല, വെറുതെ എന്തിനാ തെറ്റ് മാർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തില്ല ബാക്കി. ബയോളജി പക്ഷെ ഞാൻ മാർക്ക് ചെയ്യാണ്ടിരുന്നതിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തു. കെമിസ്ട്രി ആണെങ്കിൽ ഒരു അബദ്ധം പറ്റിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ആ ഒരു അബദ്ധമാണ്. കാരണം ലാസ്റ്റ് ഞാൻ ചുമ്മാ ഒരു 5-6 ക്വസ്റ്റ്യൻസ് എന്തോ ഒരു ഗെസ്സസിൻ്റെയും പുറത്തും ഇത് ഇങ്ങനെ ആയിരിക്കും എന്നൊരു എനിക്ക് ഉറപ്പില്ലാണ്ട് ഞാൻ ചെയ്തു. അതൊക്കെ തെറ്റിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഇറങ്ങി കുറച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ അത്യാവശ്യം സമയം എടുത്തിട്ടാണ് നമ്മൾ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി. പിന്നെ വേറൊരു കാര്യം എനിക്കൊരു നെഗ് ഫീൽ ചെയ്തു. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞു, സാർ അത്യാവശ്യം കംഫർട്ടബിളും കാര്യങ്ങളൊക്കെ ആയിരുന്നുവെങ്കിലും ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എല്ലാവർക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. അത് അവിടെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ നമുക്കതിന് ശേഷം നമുക്ക് എക്സ്ട്രാ 10 മിനിറ്റ്സ് ഒന്നും ആരും തന്നിട്ടൊന്നുമില്ല. പിന്നെ ആ പർട്ടിക്കുലർ സാർ വന്നിട്ട് ഭയങ്കര ഒരു സ്ട്രെസ് റിലീഫ് പോലെയായിരുന്നു. ആൾ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു, ഓരോരുത്തരുടെ എങ്ങനെ എക്സാം ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ 3 പ്രാവശ്യം 4 പ്രാവശ്യം എനിക്ക് റിപ്പീറ്റ് ചെയ്ത ഒരാൾ എൻ്റെ അടുത്തിരുന്ന് കരയുക. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, കയ്യിൽ നിന്ന് പോയി, ഞാൻ നിർത്തി പണി, ആ രീതിയിൽ എന്നോട് സംസാരിച്ചു. സോ ഐ ഫീൽ ലൈക്ക് അപ്പോഴേയും വേണ്ടി നമ്മൾ അങ്ങോട്ടും കൂടെ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടായിരുന്നു. കാരണം നമുക്കൊരു 1/2 മണിക്കൂർ നമ്മൾ ചുമ്മാ ഇരിക്കുക ആ ക്ലാസ് റൂമിൽ. സാറും സംസാരിച്ചു, നമ്മളെല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഐ ഫീൽ ലൈക്ക് ഓക്കെ, എല്ലാവർക്കും ഇങ്ങനെയാണ് എന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഇത് കൈവിട്ട് പോയെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് MBBS ഒരു ഗവൺമെൻറ് സീറ്റിൽ കിട്ടില്ല എന്ന് 100% എനിക്ക് ഉറപ്പായി. അങ്ങനെ ഞാൻ മറ്റേ ഗേറ്റ് ഇറങ്ങുമ്പോഴും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു, എനിക്ക് അമ്മേനെ കാണാൻ പറ്റുന്നില്ല. ബിക്കോസ് ഞാൻ വേറെ ഏതോ മൈൻഡില്ല. പല കുട്ടികളും കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ചെറുതായിട്ട് മീഡിയാസൊക്കെ ഉണ്ട്, ലോക്കൽ മീഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എവിടെയും പോയി തല വെക്കില്ല എന്നുള്ള ഒരു ഉറപ്പിൽ ഞാൻ ഇങ്ങനെ നടക്കാം. അമ്മേനെ കാണാനും എനിക്ക് സങ്കടം കരച്ചിലൊക്കെ വരുന്നത്. അമ്മ ചോദിച്ചാൽ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞു അമ്മ പോയമ്മ എല്ലാം കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞു.
അങ്ങനെ നേരെ പോയി എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്, ബിക്കോസ് ഞാൻ കോൺഷ്യസ് അല്ല പ്രോപ്പറായിട്ട്, ആ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് തൃശ്ശൂർ പൂരമാണല്ലോ, ഓഫ് കോഴ്സ് ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഓടിപ്പോയിട്ട് ഞാൻ 2 ഐസ്ക്രീം മേടിച്ച് അതെന്തോ കാണിച്ച് കുറച്ച് നിലത്തും പോയി, മീൻസ് ആ ഒരു അവസ്ഥയാണ്. അങ്ങനെ വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ ശക്തം വരെ നടക്കുക ചെയ്ത്, ബസ് സ്റ്റാൻഡ് വരെ നടന്ന് ബസ് കയറുമ്പോഴത്തേനും കുറേ കുട്ടികൾ 170 പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനെ വിളിക്കാൻ തുടങ്ങി, അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞ. അപ്പോൾ ഒരു സമാധാനം ഫീൽ ചെയ്തു. എന്നാലും എൻ്റെ നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഒരു സാധനമുണ്ട്. മെൻഡറെ വിളിച്ചു, മെൻഡറെ അടുത്ത് ഞാൻ പറഞ്ഞു പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആള് കുറേ മോട്ടിവേഷൻ ആണല്ലോ, അത് തന്നു. അപ്പം എൻ്റെ മൈൻഡിൽ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്, എനിക്കിത് എൻ്റെ തെറ്റാണ്, എൻ്റെ മിസ്റ്റേക്കാണ്, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഐ ഫീൽ ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു ലീവ്, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെയോ ഫീൽ ചെയ്തു. ഗൈസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 16 മിനിറ്റ് നമ്മുടെ പാർട്ട് 1 ആണ് എന്ന് വിചാരിക്കുക. ഇനിയൊരു പ്രത്യേകിച്ച് എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ബസ്സിലിരുന്ന് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, ഫോൺ ചെയ്യുന്നുണ്ട്. അമ്മയുടെ മുമ്പിൽ ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഇമോഷൻ കാണിക്കുന്നില്ലെങ്കിലും അറിയാതെ എവിടെയൊക്കെയോ കണ്ണ് നിറയുന്നുണ്ട്. പിന്നെ അമ്മയുടെ അവിടെ പോയി ഞാൻ എല്ലാവരുടെ അടുത്തും വളരെ എന്തൊക്കെയോ ഞാൻ സംസാരിച്ചു. പക്ഷെ ചിലരൊക്കെ എൻ്റെ മിസ്റ്റേക്ക് ആണെന്ന രീതിയിലാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ഐ ഫീൽ എൻ്റെ മിസ്റ്റേക്ക് ആണോ? അങ്ങനെ എൻ്റെ മിസ്റ്റേക്ക്, നമുക്ക് ഓഫ്കോഴ്സ് നമുക്ക് മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, മനുഷ്യനാണല്ലോ, തെറ്റും ശരിയൊക്കെ എല്ലാവർക്കും സംഭവിക്കും. പക്ഷേ കുത്തി പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ദേഷ്യം വന്നു തുടങ്ങി. ഇപ്പം ഞാൻ എല്ലാവരുടെ അടുത്തൊരു ദേഷ്യം അല്ലെങ്കിൽ എൻ്റെ ഫ്രസ്ട്രേഷനായി പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നത്. ഞാൻ ഫുഡ് കഴിക്കാണ്ടായി, എനിക്ക് വേഗം എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പോന്നാൽ മതി എന്നായി, കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള സ്പേസ് വേണം. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം അന്ന് പൂരത്തിന് പോകാനുണ്ടായത് നെക്സ്റ്റ് ഡേ. എന്നാൽ അവളുടെ പോയി അവളുടെ അടുത്ത് ഞാൻ കുറേ എന്തൊക്കെയോ സംസാരിച്ചു. ഞാൻ മെൻ്റലി സ്റ്റേബിളൊന്നും ആയില്ല, പക്ഷെ കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. റിപ്പീറ്റ് ചെയ്യാനും അതിനൊക്കെ കുറേ ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് മനസ്സിലൂടെ കടന്നു പോയിട്ടുള്ളത്. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.